നമസ്കാരം. അടുത്ത ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് പൊതുവെ നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും എല്ലാ കർമ്മ മേഖലയിലും ജോലി സ്ഥലത്താണെങ്കിലും ബിസിനസ് സ്ഥലത്താണെങ്കിലും എല്ലാം മത്സര ബുദ്ധിയോടെ വേണം ഇനി നീങ്ങാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സഹാനുഭൂതിയുടെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് അവനായിട്ട് മത്സരിക്കാൻ പറ്റില്ല, അവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യാണ്ടിരുന്ന നിങ്ങൾക്ക് എന്തായാലും ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതിൽ തോറ്റുപോവുകയും ചെയ്യും. വേണച്ചാൽ നിങ്ങളെ എതിരാളി നിങ്ങളെ തോൽപ്പിക്കുകയോ നിങ്ങളെ തള്ളിക്കളയുകയോ നിങ്ങളെ അപകടത്തിലാക്കുകയോ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കർമ്മ മേഖലയിൽ മത്സര ബുദ്ധിയോടെ നിങ്ങളുടെ വിജയത്തിന് മാത്രം നിങ്ങൾ പരിശ്രമിക്കുക. അവിടെ ഒരു സഹാനുഭൂതി നിങ്ങൾ ഈ വർഷം നിങ്ങളെ എതിരാളികൾക്ക് നിങ്ങൾ കാണിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ മത്സരബുദ്ധിയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ പൊതുസമിതിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യും. ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിന്റെ പകുതിയിൽ കൂടുതൽ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വ്യാഴത്തിന്റെ 11ലേക്ക് മാറുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത എന്തായാലും വന്നു ഭവിക്കും. അതുപോലെ തന്നെ ഉന്നത ബിരുദ നേടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ തോറ്റുണ്ടെങ്കിൽ അത് വീണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പാസ്സാവാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ വല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലാഭം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത വരുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു തീരാനും കടബാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു തീരാനും നിങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് അതിലൂടെ തന്നെ ലോണെല്ലാം അടച്ചു തീർക്കാനും പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും എന്തായാലും ഉണ്ടാവും. ശനിയും രാഹുവും ഇങ്ങനെ മാറിയും കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യം അത്ര നന്നായിട്ട് എന്തായാലും ഈ വർഷം പോവില്ല. അതിലെപ്പോഴും അല്പരസവും സ്വസ്ഥത കുറവും നന്നായിട്ട് തന്നെ ഉണ്ടാവും. ശനി രാഹു ഇങ്ങനെ മാറിയും കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദാമ്പത്യത്തിൽ മാത്രമല്ല ആരോഗ്യത്തിൽ നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അത് ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടും, എന്നാൽ പെട്ടെന്ന് ക്ഷയിച്ചും പോവും. അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുണ്ടാവുക. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാക്കിയുള്ള ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയേ ചെയ്യുള്ളൂ. അല്ലാണ്ടുള്ള ഒരു അപകട സാധ്യത നിങ്ങളുടെ മുന്നിൽ എന്തായാലും ഉണ്ടാവില്ല. കൂറുകാരായ ഉത്തരം നാളുകാർക്ക് തുടക്കത്തിൽ തന്നെ സ്ഥാനക്കയറ്റവും ബിസിനസ്സിലെ ലാഭവും അതുപോലെ ശമ്പള വർധനവും എന്തായാലും സുനിശ്ചിതമായിരിക്കും. കന്നിക്കൂറുകാരായ മൂത്ര നക്ഷത്രക്കാർക്ക് എന്തായാലും സ്വസ്ഥതയും സമാധാനവും എന്തായാലും ഉണ്ടാവും. ഈ കൂട്ടർക്ക് എന്തായാലും ഗാംബ്ലിംഗ് ആയിട്ടുള്ള പരിപാടികളിൽ, അതായത് നറുക്കെടുപ്പില്, ലോട്ടറിയില്, അതുപോലെ തന്നെ ചിട്ടിയില് അത് വിളിച്ചെടുക്കാത്തോടത്തോളം കാലം വരെ ഇവർക്ക് എന്തായാലും വിജയങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്ക് ഗാർഹിക ജീവിതം, ദാമ്പത്യ ജീവിതം, സ്വസ്ഥതയും സമാധാനവും പ്ലഷറും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.